എല്ലാ ദിവസവും അതിരാവിലെ നിങ്ങളുടെ ഈ വലത് കൈ നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അത്ഭുതം നിറഞ്ഞൊരു കുഞ്ഞു സൂറത്തുണ്ട്. ഞാൻ ഈ പറയുന്ന പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക എണ്ണത്തിൽ ഡെയിലി ഒന്ന് പാരായണം ചെയ്താൽ 5 മിനിറ്റ് വേണ്ട. ഇതൊന്ന് പതിവാക്കിയാൽ നിങ്ങളറിയാതെ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരും. നിങ്ങളും മക്കളും ഒക്കെ ഇതൊന്ന് പതിവാക്കിയാലേ നമുക്കതിൻ്റെ അനുഭവം, അത്ഭുതം നേരിട്ടിങ്ങനെ ദർശിക്കാൻ പറ്റും. വെറുതെ ആവില്ല കേട്ടോ. ഇത് ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോ. നിങ്ങളുടെ ലൈഫിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഈ സൂറത്തിൽ പരിഹാരമുണ്ട്. പഠിച്ചാൽ നമുക്ക് 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ എല്ലാവരും? അല്ലേ? സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് അല്ലേ? ആ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമുക്കിങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരാതിയും പരിഭവവും മാറുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ ഖുർആനുള്ളത്? മാ ഹുവ ശിഫാഉൻ വറഹ്മ. ഖുർആൻ ശിഫയാണെന്നേ. അതായത് നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങൾ, അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ ഏത് ടെൻഷനാകട്ടെടാ, കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ പിന്നെന്തിനാ ടെൻഷൻ അല്ലേ? നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത സൂറത്ത് നിന്ന് പഠിപ്പിച്ചു തരാം. ഈ സൂറത്തിൻ്റെ മറ്റു പല മഹത്വങ്ങളും സ്വബാഹുൽ ഖൈറിലൂടെ തന്നെ പലയാവർത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് ഏതാണെന്നറിയുമ്പോൾ തന്നെ ഓടിപ്പോല്ല കേട്ടോ. ഇത് ഇന്ന് നമ്മൾ പഠിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് അമല് ചെയ്താൽ സമ്പത്തിൻ്റെ കവാടം അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും. ഏതാണ് ആ സൂറത്ത്? അത് സൂറത്തു ശറഹ് തന്നെയാണ്. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ സൂറത്താണ് അല്ലേ? ഇതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയതൊന്നല്ല കേട്ടോ. ഇതൊരു അത്ഭുതത്തിൻ്റെ കലവറയാന്നേ. ഈ മഹത്വമൊക്കെ മനസ്സിലാക്കിയ ഒരാൾ ഡെയിലി ഒരു തവണ, എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ഒരു തവണയെങ്കിലും ഈ സൂറത്ത് ഓതാതെ അവർ പോവില്ല. അത്ര വലിയ അത്ഭുതമാണ്. ഇത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താ? ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയൊക്കെ ഖുറൈശികൾ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ കൂടെയിലെ പാവപ്പെട്ട മനുഷ്യന്മാരുള്ളൂ, 5 പൈസ കയ്യിലെടുക്കാനില്ല. അതുപോലെ തന്നെ ഭയങ്കര ഇടങ്ങേറാണ് അവർക്ക്, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? നബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് അല്ലാഹ് ഇറക്കിയത് അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ നെഞ്ച് നാം വിശാലമാക്കി തന്നില്ലയോ നബിയെ. അല്ലാഹ്, അത് വല്ലാത്തൊരു അത്ഭുതമാണ്. നെഞ്ച് വിശാലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സഹിക്കാൻ പറ്റും, അതൊരു സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പറയുന്നുണ്ട് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ പ്രയാസം എന്ന് പറഞ്ഞാൽ കാലാകാലം അല്ല, അതിനൊരു സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ പിന്നെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് സമാധാനിക്കുക നബി, അങ്ങ് സങ്കടപ്പെടേണ്ട നബിയെ. അള്ളാഹു മുത്ത് നബിയെ ആശ്വസിപ്പിക്കുന്ന മനോഹരമായ സംഗതിയൊക്കെ നമുക്ക് ഈ ആയത്തുകളിൽ കാണാം. അത്ര അത്ഭുതം നിറഞ്ഞ മുത്തുനബി ആശ്വസിപ്പിച്ചുകൊണ്ട്, സ്വഹാബത്തിന് സമാധാനം പകർന്നുകൊണ്ട്, ലോക മുസ്ലിം ഉമ്മത്തിന് സന്തോഷം പകർന്നുകൊണ്ട് അള്ളാഹു ഇറക്കിയ സൂറത്താണ് സൂറത്തു ശറഹ് അല്ലേ? അപ്പോൾ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഒക്കെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഖാല ബഅദുൽ ആരിഫീൻ, അള്ളാനെ അറിഞ്ഞ അള്ളാൻ്റെ ഔലിയാക്കളിൽ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മൻധാവമ പതിവാക്കിയാൽ, ഇതൊന്ന് പതിവാക്കിയാൽ, 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തവണ ഈ സൂറത്തൊന്ന് പതിവാക്കുക. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി, ഓതേണ്ടതൊക്കെ ഓതി, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു തവണ ഈ സൂറത്തൊന്ന് പതിവാക്കിയാൽ യസ്സറല്ലാഹു അംറഹു, അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പാക്കി കൊടുക്കും. അവൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, മക്കളുടെ കാര്യമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം, അതുപോലെ കടബാധ്യതയുടെ വിഷയം, അതുപോലെ ജോലിയുടെ വിഷയം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണോ അവൻ്റെ മനസ്സിലുള്ളത് അല്ലേ, മക്കളില്ലാത്തത്,
എന്ത് കാര്യമാണ് അവൻ്റെ മനസ്സിൽ ഇതിങ്ങനെ പതിവാക്കുമ്പോഴുള്ളത് അള്ളാഹ് അത് എളുപ്പമാക്കി തരും എന്ന് പറയണത്. മനസ്സിൽ അതിന് പരിഹാരം തരുമെന്നൊന്നുമല്ല, എളുപ്പമാക്കി തരും. മാത്രമല്ല വഫറജ ഹമ്മഹു, അവൻ്റെ മനസ്സിലുള്ള ടെൻഷൻ എന്തിനെക്കുറിച്ച് ഓർത്തിട്ടാ? കല്യാണം നടക്കാത്തതിനെക്കുറിച്ച് ഓർത്തിട്ടാണോ? കുടുംബജീവിതത്തിലെ സമാധാനമില്ല, കെട്ടിയോൻ്റെ കള്ളുകൂടി, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കുന്നത് മാരക രോഗത്തെക്കുറിച്ച് ഓർത്തിട്ടാണോ? എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് ടെൻഷനാണെങ്കിലും ആഹാ ഫറജ ഹമ്മ, ഇതിങ്ങനെ 5 വക്ത് നിസ്കാര ശേഷം ഒരു തവണ ഒന്ന് പതിവാക്കിയാൽ നിങ്ങളുടെ ടെൻഷൻ അള്ളാഹ് മാറ്റിത്തരും. മാത്രമല്ല വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഒരിക്കലും ചിന്തിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹ് ഇങ്ങനെ കണക്കില്ലാത്ത സഹായം തരും. അവിടെ നിന്നൊന്നും അത് എന്തായാലും കിട്ടൂല എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കണ സ്ഥലത്തു നിന്നായിരിക്കും അള്ളാഹു നമുക്ക് സഹായം തരുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് കയ്യും കണക്കില്ലാതെ അള്ളാഹു തന്ന് നമ്മളെ സഹായിക്കും. അത്ര അത്ഭുതമാണ് സൂറത്തു ശറഹ്. ഇനി നമ്മൾ പറഞ്ഞ രഹസ്യത്തിലേക്ക് വരാം. നിങ്ങൾ എല്ലാ ദിവസവും സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട്, അതാണ് എൻ്റെ സമയം, സുബഹ് നിസ്കാരം കഴിഞ്ഞ് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഓതേണ്ടതൊക്കെ ഓതിയിട്ട് ഈ വലത്തെ കൈ ഇടത് നെഞ്ചിലേക്ക് വെക്കുക, ഇല്ല നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുക. എന്നിട്ട് ഖൽബിൽ ഏകാഗ്രതയോടെ, വേറെ ചിന്ത ദുന്യവിയായ കഥയൊന്നും വേണ്ട കേട്ടോ, 7 തവണ ഇതിങ്ങനെ പതിവാക്കുക. അലം നശ്റഹ് ലക സദ്റക, അല്ലേ? അതിങ്ങനെ കൽബിൽ ആനന്ദത്തോടുകൂടെ പാരായണം ചെയ്താൽ കഫാഹല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ വഹുസ്നിൻ, നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മതിയാക്കും. എല്ലാ ടെൻഷൻ, സാമ്പത്തിക പരാധീനത കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ടെൻഷനും മാറ്റിത്തരും. മാത്രമല്ല നിങ്ങളുടെ സങ്കടം എന്താണ്, കടമാണോ, പ്രശ്നമാണോ, പ്രയാസമാണോ, അല്ലാഹു അതൊക്കെ നീക്കിത്തരും. അതാണ് റസഖഹു മിൻ ഹൈസു ലാ, നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരും, സമ്പത്ത് തരും, ഭക്ഷണം തരും, വേണ്ടതൊക്കെ തരും. അത്ര അത്ഭുതമാണ്. ഇത് ഡെയിലി സുബസ്കാരം കഴിഞ്ഞിട്ട് വലത്തേക്കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് 7 തവണ. മാത്രമല്ല വശഫാഹുല്ലാഹു അമ്രാദുൽ കുലൂബ്, ഹൃദയത്തിൻ്റെ രോഗങ്ങളെ, നമ്മുടെ ജീവിതം തന്നെ തകർക്കണത് ഈ ഹൃദയത്തിലെ രോഗമാണ്. ഈഗോ പ്രശ്നം, അയൽക്കാരോട് ഇതിൻ്റെയൊക്കെ കാരണം എന്താ? അയൽക്കാരോട് പ്രശ്നത്തിൻ്റെ കാരണം എന്താ? എല്ലാം ഈഗോയാണ്, ഞാനെന്ന ഭാവമാണ്, ഹൃദയത്തിൽ അഴുക്കുള്ളത് കൊണ്ടാണ്. കുടുംബ പ്രശ്നത്തിൻ്റെ കാരണം അതാണ്. എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം ഈ ഹൃദയത്തിൽ അഴുക്കാണ്. അത് നീക്കാൻ ഇത് സഹായിക്കും. വഫതഹല്ലാഹു ലഹു അബ്വാബൽ ഫഹ്മ്, ഒരു സംഗതി എല്ലാം മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി തരും. ചില ആൾക്കാരുണ്ട് എന്ത് പറഞ്ഞാലും തലയിൽ കയറൂല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങളിത് ഡെയിലി പതിവാക്കി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന്, ടീച്ചർ പറയുന്നത് ഇന്നലെ വരെ ഒരു മനസ്സിലാണ്ടായില്ല, ഇന്ന് അള്ളാഹു പ്രത്യേകമായൊരു അനുഗ്രഹം അവന് കൊടുത്തു, ഒക്കെ നല്ല ബുദ്ധിയോടുകൂടെ തലയിൽ കയറണ്ട കേട്ടോ. മുച്ചി എനിക്കെല്ലാം മനസ്സിലായി ഇന്ന് ക്ലാസ്സിൽ. എന്തേ? അത്ര വലിയ പവർഫുൾ സൂറത്താണ് സൂറത്ത് അലം നശ്റഹ്. മാത്രമല്ല ഡെയിലി രാവിലെ ശുദ്ധമായ തേനിൽ വെറും വയറ്റിൽ ഒരു 3 തവണ അലം നശ്റഹ് സൂറത്ത് മന്ത്രിച്ച് നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്തു നോക്കിയേ, ബുദ്ധിയും വിവരമൊക്കെ അവർക്കിങ്ങനെ വലുതാകുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മൻ ഖറഅഹ സാല അൻഹു ളീഖഹു, ഒരാൾ ഒരു ബുദ്ധിമുട്ടിൽ നിന്നിട്ട് നിസ്കാരത്തിന് ശേഷം ഇതിങ്ങനെ പതിവാക്കുകയാണ്, ഇല്ലേ? 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഒരു തവണ ഇങ്ങനെ പതിവാക്കുകയാണ്. അങ്ങനെ പതിവാക്കി വരുമ്പോൾ അവൻ ഏത് ബുദ്ധിമുട്ടിലാണോ ഉള്ളത്, ശരിക്കും ബുദ്ധിമുട്ടിലേക്ക് നമ്മളിതൊന്നും ചെയ്യൂല, ഇടങ്ങേറാണൊന്നും ചെയ്യാൻ തോന്നണില്ല എന്നാണ്. ശരിക്കും ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ ഇഖ്ലാസോടെ തഖ്വയോടെ ചെയ്ത് നോക്കി ആ ബുദ്ധിമുട്ടിൽ നിന്ന് അള്ളാഹുവിനെ നീക്കും, ഇല്ലേ? അതുപോലെ തന്നെ ദവാമു ഖിറാഅത്തിഹ യുസഹിലു ഖളാഅദ് ദുയൂനി ബിഫളില്ലാഹ്, അതായത് ഇതിങ്ങനെ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ കടമാണെങ്കിലും എത്ര വലിയ കടബാധ്യതയാണെങ്കിലും അതിങ്ങനെ പതിവാക്കുമ്പോൾ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ആ കടം വീട്ടിത്തരും. അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് കടം വീട്ടിത്തരും എന്ന് പറഞ്ഞാൽ അതിലപ്പം നമുക്കെന്താ നമുക്ക് ആഗ്രഹിക്കേണ്ടത്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിതിങ്ങനെ ശീലിപ്പിക്കുക, അവരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഓദിപ്പിക്കുക. ഡെയിലി പതിവാക്കുമ്പോൾ അവരുടെ മടി മാറുന്നത്, ഭയങ്കര ഉഴപ്പന്മാരാണ്, വെറും കളി മാത്രമേ ഉള്ളൂ, പഠിത്തമൊന്നുമില്ല. ആ മടിയൊക്കെ മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇനി പിന്നാണ് വെളുത്തൊരു വെള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു തവണ എഴുതിയിട്ട്, കഴിക്കാൻ പറ്റുന്ന മഷി ഉണ്ടാവുമല്ലോ, അത് വെച്ചിങ്ങനെ എഴുതിയിട്ട് പനിനീര് കൊണ്ട്, ശുദ്ധമായ പനിനീര് കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കും, മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും. അതുകൊണ്ട് മുഖം തടവിയാൽ മുഖത്തിന് വല്ലാത്തൊരു ഈമാനികമായ ഭംഗി. അല്ലാഹു നൂറു സമാവാതി വല്ലർള്, ആകാശഭൂമികളായ അള്ളാഹുവിൻ്റെ, ആകാശഭൂമികളുടെ ചൈതന്യമായ അള്ളാഹുവിൻ്റെ നൂറാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിലുള്ളത്. അതിങ്ങനെ ആ ഒരു ഹൃദയവിശാലതയോടുകൂടെ മുഖത്തിങ്ങനെ പുരട്ടുമ്പോൾ, പതിവാക്കുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ
തിളങ്ങാൻ തുടങ്ങും. ഒരു തിളക്കം, കറുപ്പോ വെളുപ്പോ ഒന്നുള്ളതല്ല, ഒരു ഈമാനികമായ പ്രഭ നമ്മുടെ മുഖത്തിലുണ്ടാവും. മനസ്സിലായി? അതുപോലെ തന്നെ തൂരിസുൽ ഖബൂല ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇതിങ്ങനെ പതിവാക്കുന്ന ആളുകൾ, 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഒരു തവണ ഇതിങ്ങനെ പതിവാക്കുന്ന ആൾക്ക് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആ മഹത്തുക്കൾക്കിടയിൽ പോലും അവർക്കൊരു സ്വീകാര്യത. എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും മക്കളെ. അപ്പോൾ നാട്ടുകാർ ബഹുമാനിക്കാൻ വേണ്ടി ഓതുന്നു, അങ്ങനെയൊന്നും ഓതാൻ പാടില്ല. അള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട്, റസൂലുള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട്, അവിടുത്തെ മദഹാണെന്നുള്ളൊരു ബോധ്യത്തിലൊക്കെ എൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ നീക്കുന്നത് എൻ്റെ റബ്ബാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഓതി നോക്കിയേ, വല്ലാത്തൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഫിഹാ ഷിഫാഉൻ, ശാരീരികമായും മാനസികമായൊക്കെ ടെൻഷൻ, ഡിപ്രഷൻ, അതുപോലെ തന്നെ ശരീരത്തിന് പല മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പല വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിലുണ്ട്. നിങ്ങളിത് പതിവാക്കി നോക്കുക, നിങ്ങളറിയാതെ രോഗം മാറുന്നത്. ഇനി വേണ്ടാന്നേ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഡെയിലി രാവിലെ തന്നെ വെറും വയറ്റിൽ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3 തവണ ഇഷ്ഫീന്ന് മന്ത്രിച്ചിട്ട് അന്ന് കുടിച്ചു നോക്കി. ഡെയിലി അലം നശ്റഹ് സൂറത്ത്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ രോഗങ്ങൾക്ക്, അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ഒരു വല്ലാത്ത മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്ര അത്ഭുതമാണ്. ഒരു തവണ ഒന്ന് ഓദിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب صدق الله العظيم. അപ്പോൾ ആ നെഞ്ചിൽ കൈവച്ച് 7 തവണ ഓതുന്നത് സുബഹ്സ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെയാണ്. ഇത് ഒരിക്കലും മറക്കരുത്. ഇത് ഡെയിലി ഇങ്ങനെ പതിവാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം മറക്കരുത് കേട്ടോ. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകൾക്ക് നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന സിമ്പിളായൊരു ചോദ്യം. നമ്മിലേക്ക് ഒരുപാട് ഹദീസുകൾ എത്തിയിട്ടുണ്ട് അല്ലേ? ബുഖാരി ഉണ്ട്, മുസ്ലിം ഉണ്ട്, അബൂ ദാവൂദ് ഉണ്ട്, നസായി ഉണ്ട്, തിർമിദി ഉണ്ട്, അതുപോലെ തന്നെ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹദീസിൻ്റെ കിതാബുകൾ. ഇതിലൊക്കെ ഒരുപാട് ഹദീസുകൾ വ്യത്യസ്ത സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ പേരെന്താണ്? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഒരുപാട് വേദനകളുമായി സങ്കടങ്ങളുമായി സദസ്സിലിരിക്കുന്നവരുണ്ട്. എല്ലാ സങ്കടങ്ങളും നീക്കണേ അല്ലാ. ഈമാനിൻ്റെ നൂറ് ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മുഖത്തും സംസാരത്തിലൊക്കെ നീ തരണേ അല്ലാ. സന്തോഷം തരണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഒരുപാട് മുറാദുകളുണ്ട്. ഹലാലായതൊക്കെ നീ ഹാസുലാക്കണേ അല്ലാ. ചെയ്തുപോയ പാപങ്ങളൊക്കെ പുറത്ത് ഖൽബിൽ നിന്നെ തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും തരണേ അല്ലാ. നിൻ്റെ ഔലിയാക്കളുടെ സാമീപ്യവും അവരുടെ ചങ്ങാത്തവും തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാമുണ്ടോ, ഞങ്ങളുടെ കൽബിൽ ഇപ്പോൾ ആരാണോ ഉള്ളത് അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ മജ്ലിസിലേക്ക്, റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുന്നവരുൾപ്പെടെ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.